ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ മഗ്‌രിബിൻ്റെ ശേഷം മഗ്‌രിബാങ്ക് കൊടുക്കാനായിരിക്കണം കേട്ടോ. ആ സമയത്താണ് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടെന്ന് അറിയണത്. മകൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആദ്യം ഞാൻ നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം പറഞ്ഞു നെയ്ച്ചോറ് വെക്കണ്ട, ബിരിയാണി തന്നെ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും കോഴിയൊക്കെ വെള്ളത്തിലിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കോഴി കാക്കി സിഫു ആണെങ്കിൽ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ കോഴിയൊക്കെ വെള്ളത്തിലിട്ട് ഒക്കെ റെഡിയാക്കി ഞാൻ അതിലേക്ക് അരിയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചുകൊണ്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ പോവുക ചെയ്തത്. പിന്നെ കടയ്ക്ക് പോകാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ വീട്ടിലുള്ളത് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിനൻ്റെ ഇലക്ക് ബദൽ ഞാൻ വീട്ടിലുള്ള മല്ലിച്ചപ്പുണ്ടല്ലോ അതാണ് റെഡിയാക്കി എടുക്കുന്നത്. അതൊക്കെ കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അത് ഞാൻ ഒന്നും കൂടി പൊടിയാക്കി തരിക കേട്ടോ. അമ്മാക്കും കാക്കാക്കും അത് കണ്ടാൽ തീരെ ഇഷ്ടപ്പെടില്ല. ഞാൻ എപ്പോഴും പറയലുണ്ട് വീഡിയോയിൽ, അത് മീൻ കാക്കി അറിയില്ല അത് അതിലിട്ടേക്കണമെന്ന്. പക്ഷേ ഇട്ട് വെച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അവർക്കത് അറിഞ്ഞാൽ പറ്റൂല എന്ന് മാത്രം. അതായത് അഥവാ കടിക്കാനിട്ട് കിട്ടിയാൽ അതും പ്രശ്നമാവും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണത്. അതിൻ്റെ ഒരു സൈഡിൽ ഇമ്മ കുറച്ച് ചീനാമുളക് കൂടി ചേർത്ത് പൊടിച്ചതാണ്. അത് അതിമാത്രമില്ല. അപ്പോൾ കുറച്ച് എരിവ് നമ്മൾക്ക് ഏറെ പൊടിച്ച് ചേർക്കേണ്ടി വരും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചാൽ കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള തക്കാളിയൊക്കെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് തന്നെ അരിഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ അരിച്ചിലൊക്കെ കഴിഞ്ഞ് കണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കുക. ഇത് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാനാണ് നമുക്ക് കൂടുതൽ സമയം വേണ്ടിയത്. അപ്പോൾ ഞാൻ ചോറ്റിക്ക് പണ്ടൊക്കെ നമ്മൾ ബിരിയാണിക്ക് ക്യാരറ്റൊക്കെ ഇടുമല്ലോ, അപ്പോൾ ചോറ്റിക്കുള്ള ക്യാരറ്റും തോലൊക്കെ ചെത്തിക്കാണ്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ഇതാ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തിന് ചോറ്റിൻ്റെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് അരിയും മട്ടും ചെയ്തു, ഈ ക്യാരറ്റും ഇട്ട് കൊടുത്തു. പിന്നെ ആ ചെറുനാരങ്ങ എൻ്റെ നീര് എടുക്കാൻ പറ്റിയിട്ടില്ല, അത് ഫ്രിഡ്ജിൽ തന്നെ ഇരുന്ന് കണ്ട് ഉണങ്ങുമല്ലോ, അങ്ങനെ ഉണങ്ങിയ നാരങ്ങ ഇരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കാണ്. പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടി സുർക്ക ഒഴിച്ച് കൊടുക്കണം. എന്താ ചോറ് തമ്മിൽ ഒട്ടി പിടിക്കാതൊക്കെ വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ. ഇത് ഒരു ചൈനാ പോട്ടിൻ്റെ ഉള്ളിലത്തെ പാത്രമാണ്. അത് നമ്മൾ അടിയിലെ പാത്രം കേട് വന്നപ്പോൾ മേൽഭാഗം എടുത്തുകൊണ്ട് അതിങ്ങനെ ആദ്യമായിട്ട് വന്നാണ് അതിൽ നമ്മൾ ബിരിയാണി വെച്ച് നോക്കുന്നത്. പക്ഷേ 3/4 കിലോ അരിയും 1 കിലോ ഇറച്ചിയും കൂടി നമുക്ക് നന്നായിട്ട് അതിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടാണ്. അപ്പോൾ ഉള്ളി പൊരിച്ച് കോരുകയാണ്. ഉള്ളി പൊരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉള്ളി പൊരിച്ചു കോരിയിട്ടുണ്ട്. അതിലേക്ക് കരിവേപ്പിൻ്റെ ഒരു 4 തണ്ടിട്ട് കൊടുത്തു. ഒരു ചെറിയൊരു ക്യാരറ്റും ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. പക്ഷെ അത് കോരിയുടെ ശേഷമായിരുന്നു നമുക്ക് ഈ ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനത് ധൃതിയിൽ ചെയ്ത കാരണം പെട്ടെന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഉള്ളി കോരിയതുമില്ല. ഉള്ളി കോരിക്കാണ്ട് നമ്മൾ അതിലിട്ടുകാണ്ട് പൊരിച്ചാൽ ഈ ഉള്ളിൻ്റെ മാതിരി മറൂൺ കളറാക്കണമായിരുന്നു. മറൂണല്ല, സോറി, നല്ല ഗോൾഡൻ കളറാക്കണമായിരുന്നു ബ്രെഡ്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ ചെയ്തു. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാൻ എനിക്ക് എങ്ങനെ വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്ന് ചേർക്കണം എന്ന് തോന്നുന്ന സമയത്താട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കൽ. പിന്നെ നല്ല ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, താത്ത നിങ്ങളെ എല്ലാ ഭക്ഷണങ്ങളും വെറൈറ്റി ആണല്ലോ. ശരി, ഞാനായിട്ട് തന്നെ ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ ഏതും ഇതുവരേക്കും എനിക്ക് കേടായി പോയിട്ടില്ല, അതും അൽഹംദുലില്ലാ. അപ്പോൾ അതാ ഞാൻ ഈ വർത്തമാനം പറഞ്ഞ ഇടയിൽ കൂടിയ നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി പൊരിച്ച് കോരിയത്, ബ്രെഡ് പൊരിച്ച് കോരിയതും അത് അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചോറിൻ്റെ മേലൊക്കെ ഇടാനുള്ള മല്ലിൻ്റെ ഇലയാണ് അതിലിട്ട് കൊടുത്തത്. പിന്നെ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും മല്ലിൻ്റെ ഇല നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടോ, നല്ല ടേസ്റ്റാണ് മല്ലിൻ്റെ ഇല നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഉള്ളിയും അത്യാവശ്യം ഒന്ന് വയന്ന് വരണം. പക്ഷേ നല്ലോണം കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടില്ല. വെണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. പിന്നെ അതാ ഇറച്ചിക്ക് വേണ്ടിയിട്ട് തൈര്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടിയും കൂടി ഉപ്പ് ഇട്ടുകാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഈ തക്കാളി നമ്മൾ നടുഭാഗത്ത് കിട്ടുകാണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ടൈറ്റായിട്ട് മൂടാൻ, ഞാനിപ്പോൾ ഒരു ചെറിയൊരു മൂടി ആ ഭാഗത്ത് ഇരിക്കുന്നുണ്ട്, ഇത് കഴുകി വെച്ചത് തന്നെ. അപ്പോൾ അത് വെച്ചിട്ടാണ് മൂടുന്നത്. വലിയ മൂടി വെച്ച് മൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്
നല്ലോണം തക്കാളി ഒന്ന് ഉടഞ്ഞതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ഇറച്ചി ഇട്ട് കൊടുത്തു. ഞാൻ ഇറച്ചി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ ദമ്മിടാൻ വേണ്ടിയിട്ട് ഏത് പാത്രത്തിൻ്റെ അടിയിൽ അത് വെക്കാൻ പറ്റുക നോക്കുകയാണ്. പഴയ ഒരു ഫ്രൈപ്പാനാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് സെറ്റാക്കി നോക്കിയപ്പോൾ അത് ശരിയാവും. അപ്പോൾ ഏതായാലും അതിൻ്റെ മേലെ വെച്ച് നമ്മൾ ഈ പച്ച ഇറച്ചിയാണത് ഇപ്പോൾ ഇതുവരെ ചൂട് പോലും കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചതിൻ്റെ ശേഷം കേട്ടോ അപ്പോൾ അത് തിളക്കണത്. തിളക്കുക വെച്ചാൽ ഒരുപാടൊന്നും വേവരുത്, നല്ലോ ഒന്ന് ചൂട് കയറിയാൽ നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. പിന്നെ ഈ മസാലയിൽ കിടന്ന് 20-25 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിട്ടിട്ട് ശേഷം നമ്മൾ തീ ചുരുക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇറച്ചിൻ്റെ ടേസ്റ്റൊക്കെ ചോറ്റക്ക് പിടിക്കും. അപ്പോൾ ചോറ് വെന്ത് അലിയൊന്നും വേണ്ട, നമ്മളൊരു പാകം വേവിൽ തന്നെ എടുത്താൽ മതി. ഇതിൻ്റെ അടിയിൽ ഇത് കിടന്ന് വേടുണ്ട് നമ്മൾ ചോറ് വേറൂല. പിന്നെ ഉള്ളി പൊരിച്ച് കൂടുതൽ കോരുമ്പോൾ നമ്മൾ ചോറ്റക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. എനിക്ക് ഇങ്ങനെയാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. പിന്നെ വെച്ചാൽ ഈ മസാലയിൽ കോഴി ഇട്ട മസാലയിൽ എണ്ണ കുറക്കാൻ കാരണം ബ്രെഡ് എണ്ണ കുടിക്കും. അപ്പോൾ നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഈ ബ്രെഡും ഉള്ളി പൊരിച്ചതൊക്കെ കൂടി ദമ്മിടുമല്ലോ. അപ്പോൾ ഈ ബ്രെഡിലുള്ള എണ്ണ നമുക്ക് ഈ ചോറ്റക്ക് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ആക്കിക്കാണ്ട് കോഴി റെഡിയാക്കിയത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ലെയറായിട്ട് നമ്മൾ ഒന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ ശേഷം അടുത്ത ലെയറും അങ്ങനെ വെച്ചുകൊണ്ട് റെഡിയാക്കി കൊടുത്തു കേട്ടോ. അതിൻ്റെ മേലെ 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തു. അതൊക്കെ വെച്ച് മൂടി വെച്ചപ്പോഴാണ് ഓർമ്മ ആയത് നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ നീരുണ്ടായിട്ടുണ്ടായിരുന്നാൽ ഇല്ല. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തുകൊണ്ട് നല്ല എയർ പുറത്തേക്ക് പോവാതെക്കാൻ വേണ്ടിയിട്ട് ദമ്മിട്ട് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മ കൈക്ക് കൂട്ടാൻ വേണം. അപ്പോൾ ഞാനത് കൂടുതൽ ക്യാരറ്റും കുറച്ച് വല്യുള്ളി കട്ടാക്കി അരിഞ്ഞുകൊണ്ട് ഉപ്പും പച്ചമുളകും ഇട്ടുക നല്ലവണ്ണം കൈകൊണ്ട് നൗണ്ടി കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പക്ഷേ കൈകൊണ്ട് തന്നെ ഞങ്ങൾ തൈരും കൂടി ചേർത്തുകൊണ്ട് ഒന്ന് നല്ലോണം നൗണ്ടി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആട്ടാ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ബീട്രൂട്ട് സമ്മന്തിയും തേങ്ങാ സമ്മന്തിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് എപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കണതല്ലേ, അപ്പോൾ പിന്നെ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാതെ നിന്നത്. പിന്നെ അച്ചാറാണ് എടുത്തിട്ടുള്ളത്. അച്ചാർ പിന്നെ വീട്ടിൽ ആദ്യം ഉള്ളതാണ്, ഇതിന് വെച്ചിട്ട് റെഡിയാക്കിയതല്ല കേട്ടോ. അപ്പോൾ മസാല ഒക്കെ നമ്മളൊന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പാത്രത്തിൽ നമുക്ക് 1 കിലോ അരിയും 1 കിലോ ഇറച്ചിയും നമുക്ക് വെക്കാം കേട്ടോ. അങ്ങനെ വെക്കാനും പറ്റും. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഇളക്കും കുറച്ച് പ്രയാസം ഉണ്ടാവും മാത്രം. അപ്പോൾ ഇമ്മ ചോറ് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ വെയിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ് വേണ്ട ഓലത്തൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു കണ്ട് ഇരിക്കുകയാണ്. പിന്നെ ഞാൻ അതിൻ്റെ മുന്നേ ചോറ് തിന്നിട്ടെ, എനിക്ക് സാധാ ചോറാണല്ലോ, ഇതൊന്നും തിന്നാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തണം കേട്ടോ. കമൻറ്റ് ചെയ്താൽ ഞാൻ പിന്നെ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്ന സംഗതിയാണ് കമൻറ്റ് ചെയ്തിരിക്കണമെന്ന്. പിന്നെ പോത്തിറച്ചി വരട്ടിയതുകൊണ്ട് അതിൻ്റെ കൂടെ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. നല്ല ടേസ്റ്റുള്ളൊരു ഇറച്ചിയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ സൈഡിൽ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചാൽ ഈ സൈഡിൽ ഇരിക്കണ ആ നീലയും അതിൻ്റെ അടുത്തിരിക്കണ ഗ്രേ കളറുള്ള ഷർട്ടിട്ട കുട്ടിയാട്ടോ നമ്മളെ വിരുന്നേര്. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ മലപ്പുറം ബൈ നിഷ എന്നുള്ള ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇപ്പോൾ എൻ്റെ പുതിയ ചാനൽ. അപ്പോൾ കമൻറ്റിലൂടെ ഒക്കെ പറയലുണ്ടായിരുന്നു എന്താ താത്ത നിങ്ങൾ ഈ ചാനൽ വീഡിയോ ഇടാത്തത്. അപ്പോൾ അധികം ഞാനിപ്പോൾ ഈ ചാനലിലാണ്, അതായത് മലപ്പുറം ബൈ നിഷ എന്നുള്ള ഈ ചാനലിലാണ് ഞാനിപ്പോൾ അധികം ദിവസവും വീഡിയോ ഇടൽ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. അസ്സലാമലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന
വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.